കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ സാമൂഹ്യ നീതിയോടും ഫെഡറൽ തത്വങ്ങളോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം തുറന്നുകാട്ടുന്നതാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ വഞ്ചിച്ച് വികസനത്തിന്റെ പേരിൽ സാമൂഹ്യ നീതിയെ തന്നെ ബജറ്റിലൂടെ ബലിയാടാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ദീർഘകാലമായി സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ട എയിംസ് വീണ്ടും ബജറ്റിൽ നിന്ന് ഒഴിവാക്കി. ഇതിനു പുറമെ പ്രത്യേക കേന്ദ്ര സ്ഥാപനങ്ങളോ വികസന പദ്ധതികളോ കേരളത്തിന് അനുവദിക്കാതിരുന്നത് സംസ്ഥാനത്തോടുള്ള തുറന്ന അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ സാമൂഹ്യ നീതിയോടും ഫെഡറൽ തത്വങ്ങളോടും കേന്ദ്ര സർക്കാരിനുള്ള സമീപനം തുറന്നു കാട്ടുന്ന രീതിയിലുള്ളതാണെന്ന് കോൺഗ്രസ് ലോക്സഭാ ചീഫ് വിപ്പ് കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് എം.പി. വിമർശിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭരണഘടന നിർദ്ദേശിക്കുന്ന ജനസംഖ്യാ അനുപാതത്തിലുള്ള വിഹിതം പോലും ഉറപ്പാക്കാൻ ബജറ്റിൽ തയ്യാറായിട്ടില്ല. വികസനത്തിന്റെ പേരിൽ സാമൂഹ്യനീതിയെ തന്നെ ബലിയാടാക്കുകയാണെന്നും എം.പി. ആരോപിച്ചു. SC/ST ഉപപദ്ധതികളിൽ പേരിനുള്ള വകയിരുത്തലുകൾ മാത്രമാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. വിവിധ മന്ത്രാലയങ്ങളുമായി കണക്കുകൾ വിഭജിച്ച് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ വിഭാഗങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പദ്ധതികൾക്കായി മതിയായ ഫണ്ട് മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ ഇര കേരളമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. റെയിൽവേ മന്ത്രാലയത്തിന് ഇത്ര വലിയ വിഹിതം അനുവദിച്ചിട്ടും കേരളത്തിൽ ഒരു ഹൈസ്പീഡ് റെയിൽവേ കോറിഡോറും പ്രഖ്യാപിച്ചിട്ടില്ല. ദീർഘകാലമായി സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ട എയിംസ് സ്ഥാപനം വീണ്ടും ബജറ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെ പ്രത്യേക കേന്ദ്ര സ്ഥാപനങ്ങളോ വികസന പദ്ധതികളോ സംസ്ഥാനത്തിന് അനുവദിക്കാതിരുന്നത് സംസ്ഥാനത്തോടുള്ള തുറന്ന അവഗണനയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. CDNet ന്യൂസ് മാവേലിക്കര.